നമസ്കാരം, നദാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൈഗർ ബിസ്ക്കറ്റിൽ നിന്ന് എങ്ങനെ ഐസ്ക്രീം പ്രിപ്പയർ ചെയ്യാം എന്നുള്ള റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതുடன் നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി അമർത്തുക. ഞാനിവിടെ കുറച്ച് ടൈഗർ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കവർ ടൈഗർ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. 2 ടേബിൾ സ്പൂൺ മൈദമാവിലേക്ക് കുറച്ച് പാലൊഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു പാനിനകത്തേക്ക് 1 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കാം. ഇതിനകത്തേക്ക് മൈദമാവിൻ്റെ മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി സ്റ്റൗ കത്തിച്ച് ഇത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. തീ എപ്പോഴും കുറച്ച് വെക്കണം. ഇതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ നല്ല മധുരം വേണം. പഞ്ചസാരയെല്ലാം നല്ല മെൽറ്റായി മാവെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ടൈഗർ ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കണം. ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടെങ്കിലും വലിയ പ്രശ്നമില്ല. ഇതൊന്നും കൂടി നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചിട്ടേ ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കത്തുള്ളൂ. നല്ലപോലെ തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ഒഴിക്കാം. 1 ഗ്ലാസ് പാല് കൂടി ഒഴിക്കാം. വാനില എസൻസ് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ നന്നായിരിക്കും. ഇത് നല്ല പോലെ ഒരു 2-3 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒരു പാത്രത്തിനകത്തേക്ക് ഒഴിക്കാം. ഇതിനി ഒരു 8 മണിക്കൂർ ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കണം. ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കുന്നുണ്ട്. ചോക്ലേറ്റ് സിറപ്പ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഐസ്ക്രീം പൗഡറോ ഫ്രഷ് ക്രീമോ ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ല. നല്ല സ്വാദുള്ളൊരു ഐസ്ക്രീമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.